പറയാനുള്ളത് മനോരമ ചാനലിനോടാണ്. ഒരു പണിയില്ലെങ്കിൽ കുറച്ച് ജീരകം മേടിക്കുക, അതിൻ്റെ തൊണ്ട് പൊളിച്ചിരിക്കുക, അപ്പോൾ ഒരു നേരം പോക്കായി. അല്ലാതെ ഇല്ലാത്തൊരു വാർത്തയെടുത്ത് ഉണ്ടാക്കിയെടുത്ത് ഒരുമാതിരി കോപ്പിലെ പണി ചെയ്യാതിരിക്കുക. LDF അത് മുഖ്യമന്ത്രി സ്ഥാനത്തെ കുറിച്ചിട്ടോ പ്രതിപക്ഷ സ്ഥാനത്തെ കുറിച്ചിട്ടോ ഒരുവിധ ചർച്ചകളും ഇല്ല. അത് റിസൾട്ട് വരട്ടെ 4-ാം തീയതിക്ക്. നിങ്ങൾക്ക് ചൊറിച്ചിലുണ്ടെങ്കിൽ UDFന്റെ തല്ല് കണ്ടിട്ട് ആ വാർത്തകൾ ചെയ്യാനുള്ള ഒരു ബുദ്ധിമുട്ടുണ്ട്. LDFന് എതിരെ ഒരു വാർത്ത ചെയ്യാൻ വേണ്ടിയിട്ടാണെങ്കിൽ അതിന് വേണ്ടിയിട്ട് ഇത്രയും കഷ്ടപ്പെടേണ്ട കാര്യമില്ല. ഭരണം കിട്ടിയാൽ മുഖ്യമന്ത്രി ആരെന്നതിൽ തർക്കമില്ലെങ്കിലും ഭരണം നഷ്ടമായാൽ പിണറായി വിജയൻ പ്രതിപക്ഷ നേതൃസ്ഥാനം ഏറ്റെടുക്കുമോ എന്നതിൽ ആകാംക്ഷ. പിണറായി പ്രതിപക്ഷ നേതാവ് ആയില്ലെങ്കിൽ അടുത്ത നേതൃത്വം ആരെന്ന ചർച്ച പാർട്ടി നേതാക്കൾക്കിടയിലും അണികൾക്കിടയിലും സജീവമാവുകയാണ്. അടുത്ത നിരയിലേക്ക് പരിഗണിക്കുന്നവരിൽ ആരൊക്കെ ജയിക്കും എന്നതിലും പാർട്ടിക്കുള്ളിൽ ആശങ്കയുണ്ട്. മുഖ്യമന്ത്രി ചർച്ചകൾ കോൺഗ്രസിൽ സജീവമാണെങ്കിലും തെരഞ്ഞെടുപ്പ് ഫലം വരാനിരിക്കെ ഇടത് ക്യാമ്പുകൾ ശാന്തമാണ്. ഭരണം കിട്ടിയില്ലെങ്കിൽ പിണറായി വിജയൻ പ്രതിപക്ഷ നേതാവാകുമെന്ന കാര്യത്തിൽ ഒരു വ്യക്തതയുമില്ല. നേതാക്കളാകട്ടെ പ്രതികരിക്കാനുമില്ല. തെരഞ്ഞെടുപ്പ് ഫലം വരാൻ 8 ദിവസം ബാക്കി നിൽക്കെ ഭരണം നിലനിർത്താനാവുമെന്ന ആത്മവിശ്വാസത്തിൽ തന്നെയാണ് ഇടതുമുന്നണി. പിണറായി വിജയൻ നയിച്ച തെരഞ്ഞെടുപ്പിൽ തുടർഭരണമുണ്ടായാൽ മുഖ്യമന്ത്രി പിണറായി അല്ലാതെ മറ്റാരുമല്ല. മറിച്ചാണ് ഫലമെങ്കിൽ പിണറായി മുന്നണിയെ നയിക്കാൻ പ്രതിപക്ഷത്തിരിക്കുമെന്നുള്ള ആശങ്ക CPM നേതാക്കൾക്കും അണികൾക്കുമുണ്ട്. ഇതോടെയാണ് LDF പ്രതിപക്ഷത്തെങ്കിൽ നേതൃനിരയിലെ കാരണ ചർച്ചകൾ പാർട്ടി കേന്ദ്രങ്ങളിൽ സജീവമായിരിക്കുന്നത്. പാർട്ടി സെക്രട്ടറി ഉള്ള വാർത്തയാണെങ്കിൽ നല്ല കാര്യം, അല്ലാതെ ഇതുവരത്തെ തോന്നിവാസങ്ങൾ ചെയ്തു കഴിഞ്ഞാൽ തീർച്ചയായിട്ടും വിളിക്കും എന്തെങ്കിലുമൊക്കെ. ഇന്ന വരെ സോഷ്യൽ മീഡിയയിൽ ഞാൻ അത്ര വാക്കുകൾ ഉപയോഗിച്ചിട്ടില്ല, അതുകൊണ്ട് മാത്രം ഞാൻ പറയുന്നില്ല. അത്രയേ ഉള്ളൂ.